ഇരട്ട ഗോൾ നേട്ടത്തോടെ ലോകകപ്പിന് തുടക്കമിട്ട എംബാപ്പെ കരിയറിലെ ചില നാഴികക്കല്ലുകൾ കൂടിയാണ് പിന്നിട്ടത്. ഫ്രാൻസിന്റെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരനുമായി സൂപ്പർ താരം. സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് പാഞ്ഞ വെടിയുണ്ട കണക്കെ ഒരു ഗോൾ. സെനഗലിന്റെ കാവൽക്കാരൻ എഡ്വേർഡ് മെൻഡിയുടെ കണ്ണിലുറക്കും മുൻപ് പന്ത് ഗോൾ വല തൊട്ടു. ലോകകപ്പിലെ 50ാം ഗോൾ അത്യുഗ്രനാക്കി ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ. ഫ്രാൻസിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന പട്ടം ഇനി എംബാപ്പയ്ക്ക് സ്വന്തം. 58 ഗോളുകളുമായി ഒന്നാമൻ. അൻപത്തിയേഴ് ഗോൾ നേടിയ ഒളിവർ ജിറൂദിന്റെ റെക്കോർഡാണ് പഴങ്കതിയായത്. 57 ഗോളിലെത്താൻ ജിറൂദിന് 137 മത്സരം കളിക്കേണ്ടി വന്നെങ്കിൽ എംബാപ്പയ്ക്ക് റെക്കോർഡ് മറികടക്കാൻ വേണ്ടി വന്നത് വെറും 99 മത്സരങ്ങൾ മാത്രം. തുടരെ 3ാം ലോകകപ്പിലും ഗോൾ നേടിയ എംബാപ്പെ ഗോൾ നേട്ടം 14ആയി ഉയർത്തി. എക്കാലത്തെയും റെക്കോർഡ് നേട്ടക്കാരനായ ജർമ്മനിയുടെ മിറാസ്ലോവ് ക്ലോസയ്ക്ക് ഒപ്പമെത്താൻ ഇനി വേണ്ടത് വെറും 2 ഗോൾ മാത്രം. 14ാം ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഫ്രഞ്ച് താരമെന്ന ജസ് ഫോണ്ടെയിന്റെ റെക്കോർഡ് എംബാപ്പെ മറികടന്നു. 1958-ൽ 13 ഗോളുകൾ നേടിയ ഫോണ്ടെയിന്റെ പേരിലാണ് ഇപ്പോഴും ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ്. ലോകകപ്പ് ഫൈനലുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് ഇപ്പോൾ തന്നെ എംബാപ്പയുടെ പേരിലുണ്ട്. അടുത്ത മത്സരത്തിൽ ഇറാഖിനെതിരെ കളത്തിലിറങ്ങിയാൽ ഫ്രാൻസിനായി 100 മത്സരം പൂർത്തിയാക്കുന്ന 10ാമത്തെ താരമെന്ന നേട്ടത്തിലുമെത്തും എംബാപ്പെ. ഏറെക്കാലം ഫുട്ബോൾ ബാക്കിയുള്ള 27-കാരന് മുന്നിൽ ഇനിയും റെക്കോർഡ് ബുക്കുകൾ തുറക്കുമെന്ന് സാരം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.